ആദ്യം നൗഷാദിന്റെ റിപ്പോർട്ടിൽ തന്നെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾ നാട്ടിലിപ്പോൾ കല്യാണം ഉൾപ്പെടെയുള്ള ഫംഗ്ഷനൊക്കെ തലേ ദിവസമായിരിക്കും. ഒരുപക്ഷെ ഈ അവധിക്കാലത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത്തരം പരിപാടികളൊക്കെ ഫിക്സ് ചെയ്ത് പെട്ടെന്ന് നാട്ടിലെത്താം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ സ്റ്റക്കായി ദുരിതത്തിലായി കഴിയുന്നുണ്ട് അവിടെ. അതിൽ ചില കുടുംബങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ ആ റിപ്പോർട്ടിൽ കാണുകയും ചെയ്തു. അപ്പോൾ എത്ര കണ്ട് ഇപ്പോഴത്തെ സാഹചര്യം പ്രവാസികളെ ബാധിച്ചിട്ടുണ്ട്? എന്താണ് സൗദിയിൽ നിന്ന് നാട്ടിലേക്കുള്ള വിമാനയാത്രയുടെ അവസ്ഥ? പ്രവാസികളെയും കുടുംബങ്ങളെയും ദുരിതത്തിലാക്കി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 2 വിമാനങ്ങളാണ് തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ദമാമിൽ നിന്നും റദ്ദാക്കിയത്. ദമാമിൽ നിന്നും കണ്ണൂരിലേക്കുള്ള വിമാനങ്ങളാണ് ഇന്നലെയും ഇന്ന് രാവിലെയുമായി പുറപ്പെടേണ്ടിയിരുന്ന വിമാനങ്ങളാണ് അവസാന മണിക്കൂറുകളിൽ റദ്ദാക്കിയതായിക്കൊണ്ട് കമ്പനി യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച സൗദിയിലെ സ്കൂളുകൾ അടച്ച് വാർഷിക അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിക്കാനിരുന്ന കുടുംബങ്ങളാണ് വിമാനം റദ്ദാക്കിയതിലൂടെ ദുരിതത്തിലായത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയ കുടുംബങ്ങളായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും. നാട്ടിൽ പല പദ്ധതികളും പ്ലാൻ ചെയ്തുകൊണ്ട് അവ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വാർഷിക അവധി കമ്പനികളിൽ നിന്നും വാർഷിക അവധി വരെ തരപ്പെടുത്തിയിട്ട് നിർണിതമായ ദിനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ അവധി ദിനങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നും വലിയ ഉയർന്ന നിരക്ക് വരാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്തവരാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്ര റദ്ദാക്കിയതിലൂടെ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. പുതിയൊരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ 3 ഇരട്ടിയും 4 ഇരട്ടിയും നിരക്ക് നൽകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കുടുംബങ്ങളുള്ളത്. വളരെ പ്രയാസവും ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്ന ഈ ഒരു നടപടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് നിരന്തരമായിക്കൊണ്ടിങ്ങനെ ആവർത്തിക്കുന്നതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് ഇപ്പോൾ. ദമാമിൽ നിന്നും നൗഷാദ് എരിക്കൂറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.